Friends, I am Haripad. In the end, I am going to Thoshiba a side-by-side door refrigerator fridge. Now, we just the features. This is mainly in the display. We have temperature, information in the display. Washing machine, fridge, device, child lock function. അവരൊക്കെ വന്ന് നമ്മൾ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജിലേക്ക് ഇതുപോലെ ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഡിവൈസിലേക്ക് ഓപ്ഷൻസ് മാറ്റാൻ സാധ്യതയുണ്ട്. അപ്പം ജസ്റ്റ് ടച്ച് പാനലായതുകൊണ്ട് വളരെ ഈസി ആയിട്ട് ഓപ്ഷൻ മാറുന്നുണ്ട്. അവർ വന്ന് ജസ്റ്റ് ഒന്ന് തൊടുകയൊക്കെ ചെയ്താലും ഓപ്ഷൻസ് മാറിപ്പോകും. അപ്പം നമുക്ക് എല്ലാ വാഷിംഗ് മെഷീനും വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് ഇതിലൊക്കെ ചൈൽഡ് ലോ ഒക്കെ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ ഒന്നിൽ കൂടുതൽ സ്വിച്ചിൽ അമർത്തേണ്ടി വരും. പക്ഷേ എന്നാൽ ഈ ഒരു ഫ്രിഡ്ജിൻ്റെ ഒരു മേന്മ എന്ന് ഞാൻ പറയട്ടെ, ഇതിൻ്റെ 3 സെക്കൻഡ് ഒറ്റ ബട്ടനെ തന്നെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ചൈൽഡ് ലോ ഫംഗ്ഷൻ ആക്ടിവേറ്റ് ആവും. പിന്നെ പിള്ളേരോ ആര് വന്ന് ഇതിൻ്റെ വേറെ ഏത് സ്വിച്ചിൽ തൊട്ടാലും അതിൻ്റെ ടെമ്പറേച്ചറോ ഓപ്ഷൻസോ ഒന്നും മാറിപ്പോകത്തില്ല. പിന്നെ ഇതിൻ്റെ ഒരു കളർ കണ്ടോ, ഒരു മെറ്റാലിക് ഫിനിഷുള്ള ഒരു മെറ്റാലിക് ബ്ലാക്ക് എന്ന് പറയും, ആ ഒരു കളർ അതിന് വരുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പെട്ടെന്ന് അഴുക്കാകത്തില്ല, ഒരു ആദ്യം പ്രോഡക്റ്റ് ക്വാളിറ്റിയാണ്, കാര്യങ്ങളൊക്കെ ഒരു കുറച്ച് നാളും കൂടെ ഡ്യൂറബിലിറ്റി കൂടുതലായിരിക്കും. നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഡോറ് തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് ഈ ഒരു ഭാഗം ഫുള്ള് ഫ്രീസറാണ്. ഇത് ഇത്രയും വലിയ ഫ്രീസർ സ്പേസ് ഉള്ള ഫ്രിഡ്ജ് വളരെ കുറവാണ്. പിന്നെ ഇതിൻ്റെ ഫ്രിഡ്ജ് ഭാഗം എന്ന് പറയുന്നത് തൊട്ടിപ്പുറത്തുള്ള ഡോറ് തുറക്കുമ്പോഴാണ് ഫ്രിഡ്ജ് ഭാഗം വരുന്നത്. അപ്പം ഫ്രിഡ്ജും ഫ്രീസറോടെ തുറന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പേസ് കണ്ടോ, ഇത്രയും സ്പേസ് വരുന്ന റെഫ്രിജറേറ്ററും നമ്മുടെ വീട്ടിൽ ഒത്തിരി അംഗങ്ങളുള്ള വീട്ടിൽ ഇത് ഒരു വളരെ ആപ്റ്റായിട്ടുള്ള പ്രോഡക്റ്റാണ്. ഇതുപോലൊരു ഫ്രിഡ്ജാണ് ശരിക്കും യൂസ് ചെയ്യേണ്ടത്. ഒരു 5 ആൾക്കാർക്ക് മേലുള്ള വീടൊക്കെ ആണെങ്കിൽ ഇതുപോലത്തെ ഒരു ഫ്രിഡ്ജ് മേടിച്ചാൽ നമുക്ക് അത്യാവശ്യം നമ്മുടെ ഫുഡൊക്കെ സ്റ്റോർ ചെയ്യാനും ഒക്കെ നല്ലൊരു സ്പേസ് ആണ്. പിന്നെ നോർമലി ഇത്രയും സാധാരണ ഫ്രിഡ്ജിലൊക്കെ വരുന്ന തൊട്ടാണ് ഇതിനകത്തിൽ നമുക്ക് ഐസ് ബ്രേക്കർ വരുന്നുണ്ട്. പിന്നെ 3 ബോക്സ് വരുന്നുണ്ട് ഏകദേശം നമുക്ക് ഫുഡ് സ്റ്റോർ ചെയ്യാനായിട്ട്. സാധാരണ നമ്മൾ വേറെ ഫ്രിഡ്ജൊക്കെ ആണെങ്കിൽ നമ്മൾ എക്സ്ട്രാ പാത്രം നമ്മൾ തന്നെ കണ്ടുപിടിക്കേണ്ടത്. ഇതും പ്ലാസ്റ്റിക് പാത്രം അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പോരാതിനകത്തിലൊക്കെ വരുന്ന ഗ്ലാസ് ഒക്കെ വരെ ടെമ്പേർഡ് ഗ്ലാസ്സാണ് വരുന്നത്. പിന്നെ നമുക്ക് ബോട്ടിൽസ് എന്തെങ്കിലും ഹോൾഡ് ചെയ്യാനുണ്ടെങ്കിൽ ബോട്ടിൽ ഹോൾഡ് ചെയ്യാൻ അതും സ്റ്റെയിൻലെസ് സ്റ്റീലിൽ തന്നെ ചെയ്തു വരുന്ന ഒരു ട്രേ എക്സ്ട്രാ വരുന്നുണ്ട്. പിന്നെ ഇതിനകത്തിൽ AG+ ബയോ എന്ന് പറഞ്ഞ ടെക്നോളജി ഉള്ളതുകൊണ്ട് നോർമലി ഫുഡ് എന്തെങ്കിലും ഇതിന് ചീയോ സ്മെല്ലോ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിലും അതിനകത്ത് ഉണ്ടാകുന്ന അണുക്കളെ നിർവീര്യമാക്കാനുള്ളത് ഒരു അയോൺസ് ഇതിൻ്റെ AG+ ബയോ ടെക്നോളജിയിൽ നിന്ന് റിലീസ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ഇതിനകത്ത് അണുക്കൾ ഒരു 99% ബാക്ടീരിയൽ ഫ്രീയും കൂടാണ് ഈ ഫ്രിഡ്ജ് വരുന്നത്. പിന്നെ നോർമലി ഇതിനെക്കുറിച്ച് വേറെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കൂളിംഗ് ആണ് വേറെ വ്യത്യാസം വരുന്നത്. ഇതിൻ്റെ എയർ വെൻറ്റിൻ്റെ എണ്ണം കണ്ടോ, എയർ വെൻറ്റിൻ്റെ സൈസ് കണ്ടോ, നോർമൽ ഫ്രിഡ്ജിൻ്റെ എയർ വെൻറ്റിനെക്കാളും നല്ല വലിയ സൈസിലും എയർ വെൻറ്റിൻ്റെ എണ്ണവും കൂടുതലായിരിക്കും നോർമലി നമുക്ക്. അതുകൊണ്ട് പിന്നെ ഇപ്പുറത്ത് ഫ്രീസർ യൂണിറ്റിലാണെങ്കിൽ പോലും ആവശ്യത്തിന് ട്രേ സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഉപയോഗിക്കാനാണെങ്കിലും ഈ തോഷിബ എന്ന് പറഞ്ഞ വർഷങ്ങൾ കൊണ്ട് നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. നിലവിൽ അത്യാവശ്യം സർവീസ് കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ഇപ്പം ഇത്രയും നാളും തോഷിബ നമുക്ക് തായ്ലൻഡിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള പ്രോഡക്റ്റ് ആയിരുന്നു. ഇപ്പം തോഷിബ ഇനി മുതൽ തോഷിബ വരുന്നത് നമുക്ക് തോഷിബയുടെ പൂനെയിൽ ഒരു പ്ലാന്റ് സ്റ്റാർട്ടായിട്ടുണ്ട്. ആ പ്ലാന്റിൽ നിന്നാണ് ഈ തോഷിബയുടെ പ്രോഡക്റ്റ്സ് വരാൻ പോകുന്നത്. അതുകൊണ്ട് സ്പെയർ ഇഷ്യൂസ് കാര്യങ്ങൾക്കൊന്നും ഒരു പ്രശ്നം വരത്തില്ല. പിന്നെ നമുക്ക് ഒരു അത്യാവശ്യം നമുക്ക് വീട്ടിലേക്ക് വേണ്ട ഫുഡ് ഐറ്റംസും സ്റ്റോർ ചെയ്യാനും, പിന്നെ നമുക്ക് ഇതിൻ്റെ കറണ്ട് കൺസപ്ഷനും അധികം വരുന്നില്ല, കൺസപ്ഷനും കുറവാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഇപ്പം നിലവിൽ ഓണം ഓഫറിൻ്റെ ഭാഗമായിട്ടുള്ള ചില ഗിഫ്റ്റൊക്കെ ഇവർ മാത്രം ഇപ്പോഴും ഓഫർ തീരാതെ റിമൈനിങ് ഓഫറൊക്കെ ഉണ്ട്. പിന്നെ 2 വർഷം എനിക്ക് ഉറപ്പിച്ച് പറയുന്നില്ല, ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഷോപ്പ് ആൻഡ് ഒരു സമയത്തിനനുസരിച്ച് അതിൻ്റെ വാറണ്ടിക്ക് അതിലും വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. ചിലപ്പോൾ ഈ ഒരു മാസം ഫുൾ വാറണ്ടി ആയിരുന്നെങ്കിൽ അടുത്ത മാസം ചിലപ്പോൾ അവർ ആ വാറണ്ടി മാറ്റാം. ഇപ്പം നിലവിൽ ഇതിന് വരുന്നത് 2 ഇയർ ഫുൾ വാറണ്ടി, 10 ഇയറും കമ്പൾസറി വാറണ്ടിയാണ് വരുന്നത്. പ്രോഡക്റ്റിന് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇന്ന് നമുക്ക് ഈ ഫ്രിഡ്ജ് ഡെമോ ചെയ്യാൻ തന്നിരിക്കുന്ന ഹരിപ്പാടുള്ള ന്യൂഅമ്പാട് ഇലക്ട്രോണിക്സ് ആണ്. അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു.